ഇവിടെ ആരുമില്ല. ഒരു ഒച്ച എനക്കൊന്നും കാണില്ലല്ലോ. സർപ്രൈസ് കൊടുക്കാം. ആരതി ഏട്ടനോ? സർപ്രൈസ് ആണല്ലോ. ആ മോനെ, നീ എന്തൊരു മുന്നറിയിപ്പില്ലാതെ? ഞാൻ ഈ സിനിമ എണ്ണന്തൊരു മുന്നറിയിപ്പില്ലാതെ? എത്ര നാളായി ഏട്ടൻ കണ്ടിട്ട്. ഏട്ടനിരിക്കെ മോനെ, നമ്മുടെ മോനെ ആകെ ക്ഷീണിച്ചു. മോനെ ഇരിക്കേ. നീ അവന് കുടിക്കാൻ എന്തെങ്കിലും ഞാൻ വേഗം എടുക്കട്ടാ. നല്ല വിശപ്പ്. അമ്മ കൊണ്ടുതരാം. ഇവിടെ പണിയും കഴിഞ്ഞത്. ഏട്ടൻ കിടന്നോ? കഴിഞ്ഞ നിന്റെ ഉത്തരവാദിത്തങ്ങള്? ഓ കഴിഞ്ഞേട്ടാ. നീ ഇവിടെ ഒരു വേലക്കാരി പോലെ ആയിരുന്നു. അത് നമ്മളെ വീടല്ലേട്ടാ. ഓ പോയി കടന്നോ. എടി ശ്രുതി, ഒന്നുകൂടെ വാ. ഏട്ടാ ഞാൻ പോരാ, അമ്മ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്താ അമ്മേ? അപ്പോഴേക്കും പോയി കിടന്നോ? ഇതെന്താ അർജന്റ്? അമ്മ എന്തിനാ വിളിച്ചേ? ആ അടുക്കളയിലൊന്ന് പോയി നോക്കി. എത്രങ്ങാനും പാത്രാണ് കഴുകാൻ. അതൊക്കെ ഞാനാ വന്ന് കഴുകുക. അമ്മേ അത് ഞാൻ നാളെ രാവിലെ കഴിയിക്കാം. ഇന്നിപ്പോ ഏട്ടൻ വന്നതല്ലേ. ഏട്ടൻ വന്നിട്ടൊന്ന് നേരവണ്ണം സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്. വീട് എപ്പോഴും വൃത്തിയായിരിക്കണം. നീ പോയേണ്ടത് കഴുകിയേക്ക്. എന്നിട്ടേ എനിക്ക് ചൂടുവെള്ളം കൂടി കൊണ്ടുപോവാ റൂമിക്ക്. ശരി അമ്മേ. സോറി ഏട്ടാ. എത്ര നേരം എന്നെ കാത്തിരുന്നു. കഴിഞ്ഞ ഏട്ടാ, കുറച്ച് പാത്രം കൂടി കഴുകണ്ടെന്നുള്ളൂ. മീരക്കോട് പണിയൊന്നുമില്ലേ? അവൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഏട്ടാ. എനിക്കെല്ലാം മനസ്സിലായി. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അമ്മേനെ പോയി കണ്ടുവരാം. നീ നാളെ രാവിലെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു. എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ. അമ്മ ഉറങ്ങിയോ? ആ എന്താ പോലെ, നീ ഉറങ്ങിയില്ലേ? നീ വാ ഇരിക്കേ. എനിക്ക് അമ്മയോട് കാര്യം പറയാനുണ്ട്. എന്താ മോനെ? ശ്രുതി എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? അതിനാണ് ഞാൻ അവളെ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. എന്താ മോനെ നീ പറയണത്? അവൾ എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ അല്ലേ? അത് ഞാൻ വന്നപ്പോ കണ്ടു, സ്വന്തം മോളെ പോലെ ആരാന്നൊക്കെ. ഓ ഈ കുറഞ്ഞ നേരം കൊണ്ട് നിന്റെ ചെവിയിലൊക്കെ ഓതി തന്നോ? എന്നെയും നിന്നെയും തെറ്റിക്കാൻ എന്തൊക്കെയാ അവള് നിന്റെ ചെവിയിൽ ഓതി തന്നത്?
അവള് പറഞ്ഞിട്ടൊന്നും വേണ്ട. കുറെ അമ്മ പറഞ്ഞു എനിക്ക് അറിയാം അമ്മേൻ്റെ കാര്യങ്ങൾ. അമ്മയ്ക്കിപ്പോൾ ഒരാൾ മാത്രം മതി. ഞാൻ എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അവളെയും കൊണ്ടുപോവാണ്. ഇനി ഇവിടെ നിന്നാലേ നിങ്ങളെല്ലാവരും അവളെ പൊയ്ക്കടാ. അവളുണ്ടായിട്ടപ്പോ ഇത്രയും കാലം ഞങ്ങളിവിടെ നിന്നത്. ഓഹ്, പെണ്ണിന്റെ വാക്കും കേട്ട് നിൽക്കുന്ന ഒരു പെൺകോന്തെ. നീ പോയാണ്ട് അവളുടെ അടിപ്പാട് കഴുകി കൊടുക്ക്. നാണുണ്ട് എന്നോട് വന്ന് പറയാനി. വന്നാണ്ട് കിന്നരിക്കാൻ വന്നതാണ് ഇപ്പൊ അമ്മയുടെ അടുത്ത്. ആണുണ്ടാവനി അപ്പം കളിയാണ്. ഓ അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. എല്ലാം നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് തോന്നിയ പോലെ കാണിക്കും. അമ്മ എന്തീ പറഞ്ഞേ? ഞാൻ അവളോട് അടിമപ്പണിക്ക് കൊടുന്നാണോ? ഇത്രയും കാലം നിങ്ങൾ പോവാൻ ഞാൻ അമ്മയോട് ഒന്നും പറയില്ല. ഞങ്ങൾ പോയിട്ട് വരാം. പാടി അമ്മേ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, ഏട്ടൻ നിർബന്ധിച്ചത് കൊണ്ടാണ്. അമ്മയ്ക്ക് അറിയില്ല എന്നെ. പിന്നെ ഇത്രയും കാലം ഏട്ടനോട് ഒറ്റയ്ക്കായിരുന്നില്ലേ. എന്തായാലും അമ്മ എന്തിനും എന്നെ വിളിച്ചോ, ഞാൻ അപ്പോൾ ഓടി വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. നീ പൊയ്ക്കോ, നിന്നെ കണ്ടിട്ടൊന്നുമല്ലേ ഞാൻ അവിടെ നിൽക്കണേ. നീ പോയി, എനിക്കൊരു ചുക്കുമില്ല. എന്നെ തോൽപ്പിക്കാനോ നാണുണ്ടോ ഇങ്ങനൊരു പെൺകോന്തെ? പിടിക്കണോ? വേണ്ട. അവളിപ്പോഴല്ലേ വന്നത്? ഇതിനു മുമ്പ് ഞാൻ തന്നെ ആയിരുന്നില്ല ഇവിടെ എല്ലാം ചെയ്തു. അവളിങ്ങനെ ഉണ്ടൊരു കോവിലമ്മ. ഞാൻ എൻ്റെ മോൾക്ക് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കട്ടെ. അവളിപ്പോ വരും. അവള് വിചാരം അവള് പോയാൽ ഞാനിവിടെ കളഞ്ഞ് പാഠം പഠിക്കുന്ന അവൾ എന്നോടാണ്. എൻ്റെ മോൾക്ക് നല്ല വൃത്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് അവളെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പാവാണ്. ഓ, ഇതൊക്കെ എപ്പോഴാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൂട്ടണതാവോ? ഓ, എന്റെ നടു ഒടിഞ്ഞു. എന്നിട്ടൊക്കെ ആകതായി കിടന്ന് ഞാൻ അതും അടിച്ചു പറഞ്ഞല്ലോ. എനിക്ക് വയ്യ. നേരെ നോക്കി മുറ്റെങ്കിലും ഒന്ന് അടിച്ചു വാരിക്കൂടെ? അടുക്കളയിൽ പിന്നെ അവക്കൊന്നും അറിയാഞ്ഞിട്ടാ വിചാരിക്കാം. മോളെ, അമ്മ വരട്ടെ? ആ മോളടി ഇരുന്നു. അമ്മേ, റൂമൊന്ന് അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. ശരി. ഇതൊക്കെ അലക്കാനുള്ളതാണോ? എന്നാ മോള് കിടന്നു. അമ്മ ഇതൊക്കെ നീ അലക്കിയിട്ടോ. എന്തൊരു നാറ്റം. അവൾക്ക് അവളുടെ ഡ്രസ്സിലൊന്ന് അലക്കിട്ടൂടെ? മോളെ, മോളെ മീരെ, അമ്മേനൊന്ന് നീർപ്പിക്കടി. അമ്മേനൊന്ന് പിടിക്ക് മോളെ.
ശ്രുതി